നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു എനർജി, നിങ്ങളെക്കുറിച്ചിട്ടുള്ള മനോഭാവം എന്താണ്, നിങ്ങളിപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് യൂണിവേഴ്സ് ലാസ്റ്റ് ഒരു ഗൈഡൻസും തരുന്നതാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തി ഭയങ്കര ചിന്തയിലിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ ദിവസങ്ങളും ഓരോ സമയവും ഒക്കെ നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് ഒരുപാട് പ്രോമിസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രോമിസ് എന്താണോ അതവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കാത്തതിൽ ഒരുപാട് ദുഃഖമുള്ളതായിട്ടും പശ്ചാത്തപിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല, എഫേർട്ട് ഇടാൻ സാധിച്ചില്ല, അത് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ട്, വിഷമം അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര സേഫ്, കംഫർട്ട് സോൺ, ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ലവ് ആയിരുന്നു നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു സേഫ് പ്ലേസ് ആയിരുന്നു നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എപ്പോഴും കംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ്, അതായത് എന്താ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് തരാം, ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോമിസസ് തന്നിട്ടുണ്ട്. പക്ഷെ അവർക്കത് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് ഈ കാര്യങ്ങളൊന്നും വാക്കാലല്ലായിരുന്നു നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? നിങ്ങളിതെല്ലാം നിങ്ങളുടെ ഓരോ ആക്ഷൻ കൊണ്ടിട്ട്, പ്രവൃത്തി കൊണ്ടിട്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക് ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ വ്യക്തി സ്വയം അവരെ തന്നെ പുച്ഛിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന് വില കൊടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് അവർ സ്വന്തമായിട്ട് അവരെ തന്നെ കാണുന്നത്. നേരെ മറിച്ച് നിങ്ങളെ ശരിക്കും നിങ്ങളുടെ അടുത്തിപ്പോൾ ഒരു വാല്യൂ ഉണ്ട്, അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത് ഒരു ദേവതാ സ്ഥാനമാണ്. മനസ്സിലായോ? ഇവിടെ ഈ പ്രോമിസ് നിങ്ങളോട് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല എന്നിവിടെ പറഞ്ഞല്ലോ. ഈ പ്രോമിസ് കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത് ഇവിടെ ശരിക്കും എന്താ പറയണ്ട, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് പ്രോമിസ് കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴിതെറ്റിപ്പോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത്, അതായത് സത്യസന്ധമായിട്ട് നിങ്ങൾ വേണ്ടത്ര രീതിയിൽ കെയറിങ് കൊടുത്ത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തരം പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതി പല സാഹചര്യങ്ങളും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലും നിങ്ങളുടെ വ്യക്തി വഴിതെറ്റിപ്പോയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ വഴിതെറ്റിപ്പിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്കൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി അവരുടെ കഴിഞ്ഞു പോയ കാലം എന്ന് പറയുന്നത് നെഗറ്റീവ് പാറ്റേൺസ് റിപ്പീറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. അതായത് ഇപ്പോൾ അവരൊരു ട്രാപ്പിൽ ചെന്ന് പെട്ട്, അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവായിട്ടൊരു കൂട്ടുകെട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും മുഖേന രക്ഷപ്പെടുത്തി കഴിഞ്ഞാലോ നേരെ അവർ നെക്സ്റ്റ് ട്രാപ്പിൽ ചെന്ന് അകപ്പെടും. ഒന്നുകിൽ അവർ മനഃപൂർവ്വം ചെന്ന് അകപ്പെടുന്നത് തന്നെയാണ്. അവർക്ക് കുറച്ച് ലക്ഷറി, കുറച്ച് സുഖങ്ങൾ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളായിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഒരുപാട് ട്രാപ്പിൽ ചെന്ന് അകപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയതും വേർപിരിയാനുള്ള റീസൺ എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വ്യക്തിക്ക് കറുപ്പ് നിറം ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ആ ഒരു സ്വഭാവമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കറുപ്പ് നിറം ഒരുപാട് ഇഷ്ടമാണ്, കുറച്ച് സുഖഭോഗങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, വില കൂടിയ ഐറ്റംസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരാൾ വില കൂടിയ വസ്തുക്കൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ,
എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർക്ക് ഇച്ചിരി ഭാരം നിറഞ്ഞ ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുക. ഈ ഒരു സ്വഭാവമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പം ശരിക്കും അവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അനാവശ്യമായിട്ട് ഒരുപാട് ചിന്തകൾ അവരുടെ ലൈഫിൽ വന്നതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ചിന്തയെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? അവരുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. ഒരുപാട് രഹസ്യങ്ങൾ അവർ സൂക്ഷിക്കുന്നുണ്ട്. ആ രഹസ്യങ്ങളൊന്നും അവരെ ചുറ്റിപ്പറ്റി അവരുടെ നന്മ ആഗ്രഹിച്ച് നിന്നവർക്കൊന്നും നല്ലത് കൊടുക്കുന്ന രഹസ്യങ്ങളായിരുന്നില്ല അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പോലും. മനസ്സിലായി? ഇതൊന്നും അവർക്ക് ആരോടും തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം തുറന്നു പറയാൻ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഇപ്പം എന്താണ് അവസ്ഥ? നിങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തു. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ മൂവ് ഓൺ ആയില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്തു. നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം അതാണ്. അവരിനി തിരിച്ചു വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി വേദനകൾ മാത്രമാണ് തന്നിരിക്കുന്നത്. തേർഡ് പാർട്ടിക്കാണ് ഏറ്റവും വാല്യൂ കൊടുക്കുന്നത്. തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തന്നെ തള്ളിക്കളഞ്ഞു, നിങ്ങളെ കുറ്റപ്പെടുത്തി, നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഒരു വിക്റ്റിമാണ് നിങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹമുണ്ട്. പക്ഷേ അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതമായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ചില സമയത്തൊക്കെ നിങ്ങൾ രാത്രിയിലൊക്കെ ഒരുപാട് തോട്ട്സ് വരും. പഴയ കാര്യങ്ങൾ ഓർക്കുക, ഇരുന്ന് കരയുക, അതൊക്കെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കുന്നു. കാരണം നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾക്കറിയില്ലായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എത്തും എന്നുള്ളൊരു കാര്യം. അപ്പോൾ കുറേ പേരുടെ എനർജി നോക്കുവാണെങ്കിൽ പണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരുന്നതും ഒക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ സ്ട്രെസ്സ് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അത് കരയുന്ന രീതിയിൽ ഇറക്കി വെക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കുറേ ആൾക്കാർ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി മാക്സിമം ടൈം ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് സ്ട്രെസ്സ് ഓവർലോഡായി. അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട്, അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് അവർക്ക് കംപ്ലീറ്റ്ലി അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായി. അതുകൊണ്ട് അവരിപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ചെറിയ രീതിയിലൊക്കെ മദ്യപാനം തുടങ്ങിയതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്ക് ഈ ഒരു ജീവിതം മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്തെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർ തന്നെ കൊണ്ടുപോയി തൊലച്ച് കളഞ്ഞ ഒരവസ്ഥയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല മനോഹരമായിട്ട് സന്തോഷവും സമാധാനവുമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെ ആവശ്യമില്ലാത്ത ആൾക്കാരെ ഇടയിൽ വലിച്ച് കയറ്റിയിട്ട്, ആവശ്യമില്ലാത്ത ആൾക്കാർ പറയുന്നതും കേട്ട് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കി, നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസും വെച്ച് നിങ്ങളെ ആവശ്യമില്ലാതെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ചിട്ട് പോയ അവരുടെ കാര്യം വളരെ കഷ്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. അവർ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അവർക്ക് ഇവിടെ നിങ്ങളുടെ വ്യക്തി മദ്യപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്നിട്ടാണ് മദ്യപിക്കുന്നത്. കാരണം സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ കാണുന്നത് സുഹൃത്തുക്കൾക്ക് പോലും നിങ്ങളുടെ വ്യക്തിയെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരുടെ സ്വഭാവം ഏകദേശമൊക്കെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. നേരത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ എന്താ പറയണ്ട, ഒരു നെഗറ്റീവ് പാറ്റേൺസ് ഫോളോ ചെയ്തെന്നാണല്ലോ പറഞ്ഞത്. അതായത് ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ട്രാപ്പിൽ വീണ് എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു സ്നേഹം നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ വ്യക്തി വാല്യൂ തരുന്നുണ്ട്. ഇമോഷണലായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ശരിക്കും പൊസസീവ്നെസ് നിറഞ്ഞൊരു സ്നേഹമായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊസസീവ്നെസ് നല്ല രീതിയിൽ മുന്നേ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊരു തോട്ടുണ്ട്, അവർക്കൊരു ചിന്തയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല രീതിയിലുള്ള മോശം കൂട്ടുകെട്ടുകൾ കാണും, അവർക്ക് പല രീതിയിലുള്ള ബന്ധങ്ങൾ കാണും, തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കാണും. പക്ഷെ നിങ്ങളതൊന്നും ചെയ്യരുത്. മനസ്സിലായോ? അവർക്ക് തോന്നിയ രീതിയിൽ നടക്കാം, തോന്നിയ ഫ്രീഡങ്ങൾ എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഫ്രീഡം ലിമിറ്റഡ് ആയിരിക്കും.
നിങ്ങൾ ഇന്ന ആൾക്കാരോട് സംസാരിക്കരുത്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾ പുറത്ത് പോകാൻ പാടില്ല. അവർക്ക് പക്ഷെ ഇതെല്ലാം ആവും. അവരാ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ അവർക്ക് ഓരോരോ ന്യായങ്ങളും ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിച്ച കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ വ്യക്തി ശരിക്കും പോസസീവ്നെസ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ആ പോസസീവ്നെസ് കൊണ്ട് വഴക്കുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരടുത്ത് പോലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ലൈക്ക് നിങ്ങളുടെ അച്ഛനമ്മമാർ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന കുറേ ആൾക്കാർ, നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ അവർ ആഗ്രഹിച്ചിട്ടുള്ള ജോലിക്ക് അവർക്ക് പോകാൻ സാധിച്ചിട്ടില്ല, ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ആ ഒരു റിലേഷൻഷിപ്പ് ഉള്ള സമയത്തും ജീവിച്ചിരുന്ന സമയത്തും നിങ്ങൾ ശരിക്കും ശ്വാസം മുട്ടിയാണ് ജീവിച്ചിരുന്നത്. അത്രയും നിങ്ങൾ സഹിച്ച് ടോളറേറ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്കുള്ള സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്കൊരു ശ്വാസം മുട്ടലായിരുന്നു. എന്തൊക്കെയാണ് നിങ്ങൾക്കവിടെ നഷ്ടപ്പെട്ടത്? നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ കാണിച്ച സ്നേഹം കൊണ്ട് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല, ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളുണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് എന്താണ്? ആത്മാർത്ഥത ഇല്ലാത്ത ഒരു പീഡനം എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നഷ്ടം വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിക്ക് ബോധം വെച്ചത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആക്ച്വലി വഴിതെറ്റിപ്പോയതാണ്. മനസ്സിലായോ? അതായത് അവരുടെ കൂട്ടുകെട്ടുകൾ കൊണ്ട് ഇവരുടെ ഒരു ഇതനുസരിച്ചിട്ട് അവർക്ക് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപാട് ഇഷ്ടങ്ങളുള്ളതാണ്. പക്ഷേ ബന്ധങ്ങളിൽ അവർക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന് അറിയത്തില്ല. ലൈക്ക് പറയുന്നത് ഇപ്പം നല്ല ബന്ധങ്ങളുമുണ്ട്, നല്ല റിലേഷൻഷിപ്പുണ്ട്, മോശപ്പെട്ട റിലേഷൻഷിപ്പുണ്ട്. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആഡംബരം നിറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കും. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, ചീത്ത കൂട്ടുകെട്ടുകളിലെല്ലാം അകപ്പെട്ടു പോയത്. അതുമാത്രമല്ല, നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ കുറേ ആൾക്കാരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് നല്ല സൗന്ദര്യമുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. അവർക്ക് കലകളിൽ കുറേ കഴിവുകളുണ്ട്, കലകളൊക്കെ അവർക്ക് ചെയ്യും. അതായത് അവരുടെ പിന്നെ സ്നേഹിക്കാനൊക്കെ അവർക്കൊരു മനസ്സുണ്ട്. മനസ്സിലായോ? പക്ഷേ ഈ വിവാഹ ജീവിതമൊക്കെ അവർ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ സ്നേഹിക്കുകയാണെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിലും ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്നേഹത്തിൽ പോലും ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഡംബരം നോക്കിയിട്ടാണ് സ്നേഹം. ടോട്ടലി നോക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കര ലക്ഷറി, ആഡംബരം ഇതിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്നേഹം, ഒരാളെ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതുമല്ല. മനസ്സിലായോ? അത് നേരെ വണ്ണം അവർ ചെയ്യാത്തത് കൊണ്ടിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ലൈഫിലുണ്ടായത്. ഒരാൾക്ക് വേണമെങ്കിൽ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നു നേർവഴിക്ക് നടക്കണോ അതോ മോശം രീതിയിൽ നടക്കണോ എന്ന്. കാരണം അത്യാവശ്യം കഴിവുകളുള്ള ഒരാളാണ്, സൗന്ദര്യമുണ്ട്, നല്ല രീതിയിലൊക്കെ ബന്ധങ്ങൾ അവരെ തേടിയെത്തും. പക്ഷേ സ്വഭാവം അത്ര നന്നായിരുന്നില്ല. ആ സ്വഭാവമൊക്കെ നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ ആഡംബരത്തിനോടുള്ള ആ ഒരു ആർത്തി കാരണം നിങ്ങളുടെ വ്യക്തി വഴിതെറ്റി പോയതാണ്. നിങ്ങളുടെ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം കേട്ടോ. റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അവസ്ഥ അവർ ചെയ്തതിൻ്റെ കർമ്മഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കുക തന്നെ വേണമെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ളത് എപ്പോഴും പറയുന്നത് പോലുള്ള കാര്യം തന്നെയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ജോലിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുകയാണ്. അതിപ്പോൾ ജോലിയിലാവാം. നിങ്ങൾ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് സാമ്പത്തികം വന്നു, കാശ് വന്നു. ആ കാശിനെ നിങ്ങളൊരു വില കൊടുക്കാണ്ട് അനാവശ്യമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യം നടക്കില്ല.
മനസ്സിലായോ? ആ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത കിട്ടിയ ആ ഒരു മുതൽ കൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രയോജനപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ക്ഷമയുടെ ആവശ്യമുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ട്രാജഡീസ് നടന്ന് ഒരുപാട് വേദനകൾ നിങ്ങൾ തിന്ന് ഇപ്പോൾ വേദന അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടുകാർ വല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ദേഷ്യം അത് ഇച്ചിരി കുറയ്ക്കുക. ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമയുടെ ആവശ്യമുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ക്ഷമ നിങ്ങൾ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടായി, ഈ റിലേഷൻഷിപ്പ് റിലേറ്റഡായിട്ട് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ആ സഫർ ചെയ്തപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? നിങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോയിട്ടുണ്ട് പല ആൾക്കാരും. ആ ഒരു റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് നിങ്ങളിപ്പോൾ മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, റെസ്പോൺസിബിലിറ്റീസൊക്കെ കുറച്ചൊക്കെ ചെയ്യുക, കുറച്ചല്ല നന്നായിട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ഷമ, നിങ്ങൾ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സമ്പത്ത് നിങ്ങളത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അതായത് തീരെ അർഹതപ്പെട്ട അല്ലാത്തൊരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിച്ച ആ ഒരു പൈസ അർഹതപ്പെട്ട കൈകളിലല്ലാതെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും ഒരു നല്ല ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കുകയില്ല. മനസ്സിലായോ? പൈസ ഇല്ലാത്തവരെയൊക്കെ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സഹായിക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതോടെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് ഉണ്ടല്ലോ, എല്ലാം നിങ്ങളുടെ പോസിറ്റീവ് സൈഡിലേക്കാവും. യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാവും, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും, നിങ്ങൾക്ക് ഈ ഒരു ട്രോമയിൽ നിന്നും ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ഷമ പഠിക്കാൻ പറഞ്ഞല്ലോ, ആ ഒരു ക്ഷമ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം വരുത്തില്ല. മനസ്സിലായോ? എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ മാത്രം സ്നേഹിക്കാനും നിങ്ങൾ അത് തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളൊരു ഗൈഡൻസ് ഇതാണ്. നിങ്ങളുടെ വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ആരെങ്കിലും ഒരു ഗൈഡൻസ് കൊടുത്തായിരുന്നെങ്കിൽ അവർ ഈ ആഡംബരം നിറഞ്ഞ ജീവിതത്തിൻ്റെ പിന്നാലെ പോകത്തില്ലായിരുന്നു. അവർക്ക് ദൈവം കൊടുത്ത കുറച്ച് കഴിവുകൾ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അവർക്കാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന അമൂല്യമായ വസ്തുവിനെ വിട്ട് കളഞ്ഞിട്ട് അവരുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഗുണമില്ലാത്ത വസ്തുവിനെ തേടി പോകാനാണ് അവരുടെ വിധി അവർ തന്നെ തിരഞ്ഞെടുത്തു. നല്ലൊരു ഉപദേശം കിട്ടിക്കഴിഞ്ഞാലും നല്ലൊരു ഗൈഡൻസിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ തെറ്റുകളെല്ലാം പുറത്ത് അവർക്ക് സ്നേഹം കൊടുത്ത് അവർക്ക് മാപ്പും കൊടുത്ത് തയ്യാറായ ആരെങ്കിലും അവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർക്ക് രക്ഷ നേടാൻ സാധിക്കും. നിങ്ങളെക്കുറിച്ചിട്ട് അവർ വളരെ വേദനയോടുകൂടിയാണ് ആലോചിക്കുന്നത്. നിങ്ങളിലേക്ക് മടങ്ങി എത്തണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിൽ അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത്ര പ്യുവറായിട്ടുള്ളൊരു സോളല്ല. ആ ഒരു കുറ്റബോധം അവർക്കുണ്ട് കേട്ടോ. അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ക്ഷമിക്കുമോ? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞ് നിങ്ങളെ ചതിച്ചതാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പെരുമാറുമോ? ശരിക്കും എല്ലാവർക്കും ക്ഷമിക്കാൻ സാധിക്കും, പക്ഷെ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾക്കാണെങ്കിൽ തന്നെയും അങ്ങനെയാണ്. അത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് മടങ്ങിയെത്താൻ അവർ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡൻസ് ഉണ്ടല്ലോ, ആ ഒരു ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പാത്ത് നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ദാമ്പത്യ ജീവിതത്തിൽ ഭയങ്കര കലഹങ്ങൾ, രാത്രി കിടക്കുമ്പം സ്വസ്ഥതയില്ല, ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഒന്ന് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മനസമാധാനത്തോടു കൂടി, ഒരുപാട് രോഗങ്ങൾ,
വിട്ടുമാറാത്ത ടെൻഷൻസാ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.